എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യക്കാരായ നമ്മൾ പരസ്പരം കാണുമ്പോൾ നമസ്തേ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്നിലെ ദൈവം നിന്നിലെ ദൈവത്തെ വണങ്ങുന്നു. കൊറോണയ്ക്ക് ശേഷം പുതിയ ആകാശം, പുതിയ ഭൂമി, അതിൻ്റെ തുടക്കം എന്നിലാവട്ടെ. നമ്മുടെ ഉള്ളിലെ ദൈവ ചൈതന്യത്തെ ബോധപൂർവം ആഴത്തിൽ അനുഭവിക്കുന്ന നിമിഷങ്ങളായി നമുക്ക് ഈ സമയത്തെ മാറ്റാം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നത് നമ്മിൽ സജീവമാകട്ടെ. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റിയ ലളിതമായ ചില വ്യായാമങ്ങളും 100 അടി നടത്തവുമാണ് ഈ പരിപാടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ എക്സസൈസ് കൈകളുടേത്. 1. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. 2. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. 3. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. 4. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. അവിടെ തന്നെ 5. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. സ്വസ്ഥമായി നിൽക്കാം. അടുത്തത് കണ്ണിൻ്റെ വ്യായാമം. വലത് പെരുവിരലിൻ്റെ നഖത്തിൽ ദൃഷ്ടി കേന്ദ്രീകരിക്കുക. തലയും ശരീരവും തിരിക്കാതെ നഖത്തിൽ നോക്കുക. മുകളിലേക്ക്, താഴേക്ക്. ഇടത് കൈ പെരുവിരലിൽ ദൃഷ്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് റിലാക്സ്. അടുത്തത് കഴുത്ത്. നിവർന്ന് നിൽക്കുക. കഴുത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. താഴേക്ക്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. വലതുവശത്തേക്ക്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. ഇടതേക്ക്. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. സ്വസ്ഥമായി നിൽക്കുക. ഇടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇടതുനിന്ന് വലത്തേക്കും വലതുനിന്ന് ഇടത്തേക്കും വൃത്തം വരയ്ക്കുക. റിലാക്സ്. കാൽമുട്ട്. 2 കൈകൊണ്ടും കാൽമുട്ടിൽ സപ്പോർട്ട് ചെയ്യുക. ഇടതുനിന്ന് വലത്തോട്ടും വലതുനിന്ന് ഇടത്തോട്ടും വൃത്തം വരയ്ക്കുക. റിലാക്സ്. കാൽപാദം കൊണ്ട് വൃത്തം വരയ്ക്കുക. ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇടതുനിന്ന് വലത്തോട്ടും വലതുനിന്ന് ഇടത്തോട്ടും. അതുപോലെ തന്നെ വലതുകാലും. ഇടതുനിന്ന് വലത്തോട്ടേക്ക്, വലതുനിന്ന് ഇടത്തോട്ടേക്ക്. റിലാക്സ്. അടുത്തത് 100 അടി നടത്തമാണ്. നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കൈകളും തോളൊപ്പം ഉയർത്തി വീശി നടക്കുക. നടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുക. നന്മകൾ കൊണ്ട് മാത്രം നിറയ്ക്കുക. നാം ഇപ്പോൾ അനുഭവിക്കുന്ന ശാന്തിയും സമാധാനവും സൗഖ്യവും നല്ല ബന്ധങ്ങളും ലോകം മുഴുവൻ നിറയുന്നതായിട്ട് നമുക്ക് ഭാവനയിൽ കാണാം. നാം ഇപ്പോൾ ചെയ്ത എല്ലാ വ്യായാമങ്ങളും 5 പ്രാവശ്യം
ആവർത്തിക്കേണ്ടതാണ്. കഴുത്തിന്റെ എക്സസൈസ് മാത്രം 2 പ്രാവശ്യം ചെയ്താൽ മതി. സൂര്യ നമസ്കാരം ചെയ്യുന്നതിന്റെ അതേ ഫലം ഈ എക്സസൈസ് മുഴുവൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലത് വരട്ടെ. നമസ്തേ.